ലോകത്തിലെ എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു ദിവസം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള മാന്യ വിശിഷ്ട അതിഥികളെ, അവിസിന ക്ലിനിക്ക് ശരിക്കും നമ്മൾ 5 വർഷമായി നമ്മളിത് തുടങ്ങിയിട്ട്. അറിവുള്ള അമ്മമാരിലൂടെ ആരോഗ്യമുള്ള സമൂഹം എന്ന ഒരു ആശയത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി രൂപകൽപ്പന ചെയ്യുന്നതിനെ കുറിച്ച് തുടക്കം കുറിച്ചത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ചടങ്ങാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ചടങ്ങ്. ഇങ്ങനെ ഒരു പദ്ധതി തുടർ പ്രവൃത്തിയായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് അമ്മമാരെ ബോധവൽക്കരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുന്നതിൽ സന്തോഷമുണ്ട്. ഈ സ്ഥാപനത്തിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അമ്മമാരെ ഓർക്കുന്ന ഒരു ദിനത്തിൽ ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് തീർച്ചയായും ഈ നാടിന്റെ ഏറ്റവും വലിയ മാതൃകാ പ്രവർത്തനമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ലോകത്ത് അമ്മമാരുടെ ദിനമായി ആചരിക്കുമ്പോൾ ആ ആചരണം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ദിനമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ യോഗത്തിന് എല്ലാ തരത്തിലുള്ള ആശംസകളും അർപ്പിക്കുകയാണ്. ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടെത്താം എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരാൾക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം? സാധാരണ രീതിയിൽ അത് 2ആയി തിരിക്കാം സ്ക്രീനിങ്ങിനെ. ആവറേജ് റിസ്ക്, സ്റ്റാൻഡേർഡ് സാധാരണ രീതിയിലുള്ള പോപ്പുലേഷൻ. അതല്ലെങ്കിൽ അത് ഒരു ഹയർ റിസ്ക് എന്ന് പറയും. എന്ന് വെച്ചാൽ ഫാമിലി ഹിസ്റ്ററിയോ, കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, ഓവറി സംബന്ധമായിട്ടുള്ള ക്യാൻസറോ അല്ലെങ്കിൽ വേറെ ചില വകഭേദത്തിലുള്ള ക്യാൻസറുകൾ, ട്രിപ്പിൾ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ക്യാൻസറുകൾ കുടുംബത്തിലുണ്ടെങ്കിൽ അവർ ഹൈ റിസ്കിലോട്ട്. പ്രത്യേകിച്ച് അമ്മമാർക്കും അമ്മൂമ്മമാർക്കും ഉള്ള പരാതി കുഞ്ഞ് കഴിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും സ്ക്രീൻ അല്ലെങ്കിൽ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നത്. നമ്മളാണ് കുട്ടികൾക്ക് ഇതെല്ലാം ശീലിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ കുട്ടികളെ തന്നെ കുറ്റം പറയും, കുട്ടി ഇതിൽ നിന്ന് മാറുന്നില്ല എന്ന് പറയും. ഇന്ന് ഞാനിപ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു, എത്ര കുട്ടികൾ നല്ല രീതിയിൽ സ്ക്രോൾ ചെയ്ത് ഫോൺ കാണുന്നുണ്ടെന്ന്. ഇപ്പം ഇവിടെ എത്രയോ പേരുടെ കയ്യിൽ നിന്ന് ഫോൺ പതുക്കെ എടുത്തിട്ട് പോയിട്ട് അമ്മമാർ തിരിച്ചു വാങ്ങിച്ചു വെക്കുന്നുണ്ട്. കാര്യം ടോപ്പിക് ഇതാണല്ലോ, ആരെങ്കിലും ശ്രദ്ധിച്ചാൽ മോശമല്ലേ. അപ്പോൾ അങ്ങനെ സ്ക്രീൻ ടൈം ശരിക്കും നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്ക്രീൻ ടൈമിൻ്റെ ഗൈഡ് ലൈൻസ് പറയുകയാണെങ്കിൽ 2 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കും ഫോണോ ടി വിയോ കൊടുക്കാൻ പാടില്ല. അതിൽ എക്സെപ്ഷൻ ഉള്ളത് വീഡിയോ കോൾസ് മാത്രമാണ്. ഇപ്പോൾ ഗൾഫിലാണ് അച്ഛനെ വീഡിയോ കോൾ കാണിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ 2 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കും ഫോണും ടി വിയും കൊടുക്കാൻ പാടില്ല. അപ്പോൾ കുട്ടി കഴിച്ചില്ലെങ്കിൽ കഴിക്കേണ്ട, അത്രേ ഉള്ളൂ. അമിത രക്തസ്രാവം പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഹോർമോണൽ വ്യതിയാനങ്ങളാണ്. അപ്പം അത് ഓരോ ഏജ് ഗ്രൂപ്പിനും ഓരോ കാരണങ്ങളാണ്. അപ്പം നമ്മൾ ആദ്യം പ്യൂബർട്ടി ഏജ് ഗ്രൂപ്പ് എന്ന് പറയും, കൗമാരപ്രായക്കാർക്ക് മിക്കവാറും ഈ ഹോർമോണൽ വ്യതിയാനങ്ങളാണ്. അത് പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാനും പറ്റും. ചിലപ്പോൾ രക്തം കട്ട പിടിക്കാനുള്ള ഗുളികകൾ മാത്രമേ ആവശ്യം വരത്തുള്ളൂ. വളരെ ചുരുക്കം പേർക്ക് നമ്മൾ കുറച്ചുകൂടെ ഹോർമോൺ ഗുളികകളൊക്കെ കൊടുക്കേണ്ടി വരും. തൈറോയിഡിന്റെ ബേസിക് മെക്കാനിക്സ് തൈറോയിഡ് ഗ്രന്ഥി എന്ന് വെച്ചാൽ ഗ്ലാൻഡാ. സോ അതിൽ ഫംഗ്ഷൻ ഇസ് ടു പ്രൊഡ്യൂസ് തൈറോയിഡ് ഹോർമോൺ. അപ്പോൾ അതിന്റെ ഫംഗ്ഷനാലിറ്റി നോക്കുന്നത് TSH ടെസ്റ്റ്. ദെൻ തൈറോയിഡ് ഗ്രന്ഥിയിൽ മുഴ വന്നാൽ അതിനാണ് നൊഡ്യൂൾസ്, തൈറോയിഡ് നൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അതിനാണ് അൾട്രാസൗണ്ട് FNAC ഒക്കെ ചെയ്യുന്നത്. സോ രണ്ട് സെനാരിയോ, രണ്ട് കാര്യമാണ്. സോ വൺസ് യു ആർ ഡയഗ്നോസ്ഡ് ഓഫ് ഹൈപ്പോതൈറോയിഡിസം എന്ന് വെച്ചാൽ തൈറോക്സിൻ ടാബ്ലറ്റ് എടുക്കുന്ന ഒരാളാണെങ്കിൽ യൂഷ്വലി വൺസ് TSH ബിറ്റ്വീൻ 2.5 to 4.5 നോർമൽ റേഞ്ചിൽ എത്തിച്ചു. അപ്പോൾ ഇപ്പോൾ 25 മൈക്രോഗ്രാം കഴിക്കുന്നത് അണ്ട് യു TSH ബിറ്റ്വീൻ 2.5 to 4.5 എത്തിയെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റെബിലൈസ് ചെയ്ത് പോവുക. സോ സ്റ്റെബിലൈസ് ചെയ്ത് പോകുന്നത് ഇസ് ബിക്കോസ് യു ആർ ടേക്കിംഗ് 25. അപ്പോൾ എവറി 6 months TSH ചെയ്തുകൊണ്ടിരിക്കണം. ദർസ് എ ചാൻസ് ദാറ്റ് തൈറോയിഡ് ഗ്ലാൻഡ് കൂടുതൽ ഫംഗ്ഷൻ വേഴ്സൺ ചെയ്യും, ഗ്ലാൻഡ് നശിച്ചു തുടങ്ങും. അപ്പോൾ ഡോസ് കൂട്ടേണ്ടി വരും. സോ എവറി 6 months ഓൾറെഡി തൈറോക്സിൻ എടുക്കുന്ന പേഷ്യൻറ്റ്, ഇപ്പോൾ 25 വയസ്സ് തുടങ്ങുന്ന പേഷ്യൻറ്റ്, അറ്റ് 25 എടുക്കുന്ന പേഷ്യൻറ്റ്, ഇപ്പോൾ 30-35 വയസ്സ് തുടങ്ങും 25, 40, 45, 50 ആകുമ്പോഴേനും അത് ഡോസ് കൂട്ടേണ്ടി വരും. 50 എടുക്കേണ്ടി വരും, 75 എടുക്കേണ്ടി വരും. സോ എവറി പേഷ്യൻറ്റ് ഹൈപ്പോതൈറോയിഡ് ഡയഗ്നോസ് ചെയ്താൽ എവറി 6 monthly TSH ചെയ്യേണ്ടതാണ്.
മദേഴ്സ് ഡേയോടനുബന്ധിച്ച് തയ്യൽ ആവിസേന ക്ലിനിക് നടത്തിയ ഈ ഒരു പ്രോഗ്രാം വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും. അത് വളരെയധികം ഞങ്ങൾ എൻജോയ് ചെയ്തു. അത് മാത്രമല്ല ഡോക്ടേഴ്സിൻ്റെ സെഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പല സംശയങ്ങളും നമുക്ക് ഇതിലൂടെ സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഇതുപോലത്തെ പ്രോഗ്രാംസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.